താങ്ങാൻ കഴിയാത്ത വേദനമെന്ന് ഈ ജീവിതമങ്ങ് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന ചില സമയമുണ്ടല്ലോ, മരിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ, മരിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ. ആ സമയത്തിൽ പറയാനൊരു ദിക്ർ പറഞ്ഞു തരട്ടെ. ആ സമയത്ത് പറയാനുള്ള ദിക്ർ ഏതെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇത് 3 വട്ടമെന്ന് പറവാപ്പാ. ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോ, ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടാകുമ്പോ, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രംഗം വരുമ്പോ ഈ ദിക്ർ നിനക്കൊന്ന് പറയാൻ പറ്റുമോ? ഇതല്ലേ ഇബ്രാഹിം നബി പറഞ്ഞത്? ഇതല്ലേ യൂസുഫ് നബി പറഞ്ഞത്? ഇതല്ലേ ഇതാര് പറഞ്ഞ ദിക്റെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകനായ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീബിയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയും ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സൗബാ റളിയല്ലാഹു തആല അൻഹു. ഈ 2 പേരെയും ചേർത്ത് വെച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. മുനാഫിക്കീങ്ങളാണ് തുടങ്ങിയത്. പിന്നെ പുതിയ മുസ്ലിമീങ്ങൾ ഏറ്റെടുത്തു. പിന്നെ പറയാൻ തുടങ്ങി, മദീന മുഴുവനും അല്ലാഹുവേ, എല്ലാവരും ആയിഷ ബീബി വ്യഭിചരിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാ. അല്ലാഹുവിന്റെ റസൂല് കേട്ട് മടുക്കുകയാണ്. എവിടെ പോയാലും ആയിഷ, എവിടെ പോയാലും ആയിഷ. ആയിഷാനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമുണ്ടായി. മുത്തുനബി വീട്ടിലേക്ക് കടന്നു വന്നു. തളർന്നിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കുക ആയിഷ. റസൂലുള്ള വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ല. അല്ലാഹുവിന്റെ റസൂല് തന്റെ ആയിഷയ്ക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് മുത്തുനബി തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. ആയിഷ ബീവിക്ക് അതത്ര താങ്ങാൻ പറ്റിയില്ല. അല്ലാഹു